ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ തുഷാരം. ഞാൻ തുഷാര ജോർജ്. ഇന്ന് നമ്മൾ മുടിയെക്കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നത്. കാരണം പെട്ടെന്നൊന്നും പറഞ്ഞു തീരുന്ന സബ്ജക്റ്റ് അല്ല. അപ്പോൾ ഇന്ന് നിങ്ങൾക്കൊരു ചെറിയൊരു സദ്യയും കൂടിയുണ്ട്. എന്താണെന്നായിരിക്കും അല്ലേ? കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് ഞാൻ റെഡിയാക്കിയിരിക്കുന്ന സദ്യ. അപ്പോൾ വിചാരിക്കും എന്താ ക്രിസ്മസിനല്ലേ? ഇതാണ് നമ്മുടെ മാജിക് ഹെയർ പാക്ക്. ഞാൻ യൂസ് ചെയ്യുന്ന എൻ്റെ ഒരു പാക്ക്. ലാസ്റ്റ് വീഡിയോയിൽ നിങ്ങൾ കണ്ടു കാണും. നമ്മൾ മുടിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അത് കാണാത്തവർ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. അതിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ് ഈ വീഡിയോ. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഒരു ഹെയർ പാക്കാണ്. ഞാൻ ഡെയിലി അല്ല, വീക്ക്ലി വൺസ് ഒരു കംപ്ലീറ്റ് ഹെയർ പാക്കാണ്. ഒരുമാതിരിപ്പെട്ട എന്താ പറയുക, മെജോറിറ്റി മുടിയുടെ എല്ലാ പ്രോബ്ലംസിനും പറ്റുന്ന ആപ്റ്റായിട്ടുള്ള, ഞാൻ യൂസ് ചെയ്യുന്ന നാച്ചുറൽ പ്രോഡക്റ്റ്സ് വെച്ചിട്ടുള്ള, നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടുന്ന സംഭവങ്ങൾ വെച്ചിട്ടുള്ള ഒരു ഹെയർ പാക്ക് നോക്കാം. സോ നമുക്ക് വൺ ബൈ വൺ എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് അറിയാലോ അല്ലേ, അലോവേറ, കറ്റാർവാഴ. ഇത് ഞാൻ ഇപ്പം കട്ട് ചെയ്തെടുത്തതാണ്. അത് കാണിക്കാൻ വേണ്ടിയാണ്. കാരണം ഇത് ഞാൻ പറഞ്ഞല്ലോ, ഒരു സ്റ്റിക്കി സബ്സ്റ്റൻസ് ഉണ്ട്, ഒരു കറ പോലെ. അത് ഫുൾ പോയിട്ട് വേണം നമ്മൾ യൂസ് ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ, നമ്മുടെ കറ്റാർവാഴ ഇതൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതാണ് ബെസ്റ്റ്. അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മുടെ വീട്ടിൽ ഈസി ആയിട്ട് ചട്ടിയിൽ വളരുന്ന സംഭവമാണ് കറ്റാർവാഴ. അത് നിങ്ങളുടെ മുടിയുടെ എന്തോരം ആവശ്യമുണ്ടോ അതിനനുസരിച്ചിട്ട്. പിന്നെ അറിയാലോ, മുട്ട നല്ലൊരു കണ്ടീഷണറാണ്. ഓക്കെ, പിന്നെ സവാള. ആക്ച്വലി ഈ സവാള ഇതൊക്കെ തന്നെ യൂസ് ചെയ്യുമ്പോൾ എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ, സവാളയിൽ നമുക്കറിയാം സൾഫ്യൂറിക് ആസിഡ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ തന്നെ അപ്ലൈ ചെയ്യുമ്പോൾ അതത്ര നല്ലതല്ല. അതുകൊണ്ടാണ് ഒരുമിച്ച് ഒരു പാക്കായിട്ട് ഇടുന്നത്. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇതൊന്ന് എന്താ പറയുക, ഒന്ന് സ്മാഷ് ചെയ്തിട്ട് ഒന്ന് ചതച്ചിട്ട് അതിൻ്റെ നീരെടുക്കുക. അത് അരിച്ചെടുക്കുക. അല്ലെങ്കിൽ ഏറ്റവും നല്ലൊരു കോട്ടൺ തുണിയിൽ വെച്ചിട്ട് അരിച്ച് നീരെടുക്കുക. മുറ്റത്ത് നിൽക്കുന്നത് നമ്മുടെ തുളസി, നെല്ലിക്ക അറിയാലോ. അത് നിൽക്കുന്നത് നെല്ലി മരമാണ്. ഇതൊക്കെ നമുക്കിവിടെ തന്നെ ഉണ്ടാകുന്നതാണ്. നാരങ്ങ അതൊക്കെ വാങ്ങിക്കണം. പിന്നെ തേൻ. ഇതും ഒറിജിനൽ ചെറുതേനാണ്. കുറച്ച് കോസ്റ്റ്ലിയാണ്, കുറച്ച് കൂടുതൽ വേണ്ടി വരും, കുറച്ച് ലെങ്ത്തുള്ള മുടിയാവുമ്പോൾ. പക്ഷെ എന്നാലും നമ്മുടെ ഹെയർ എന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അപ്പം നമ്മളത് നോക്കണ്ട. ഓക്കെ, നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കറിവേപ്പില. പിന്നെ മൈ ഫേവറേറ്റ്, ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ കാണിച്ചില്ലേ, എന്താണ്, വെള്ളിയിലത്താളി. ഇതിന് ഒരു നാട്ടുപ്രയോഗമുണ്ട്. അമ്മ കറുമ്പി മകള് വെളുമ്പി, മകളുടെ മകളൊരു സുന്ദരിക്കോല, അങ്ങനെയാ പറയാം. കാരണം ഇത് ഗ്രീന്, പിന്നെ ഒരു ഇല വൈറ്റ്, പിന്നെ റെഡ് ഒരു കായുണ്ട്. ഞാൻ എൻ്റെ ഗുണങ്ങളെ പറ്റിയൊക്കെ ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിരുന്നു അല്ലേ. ഓക്കെ, ബെസ്റ്റ് താളിയാണ്. ഇതത്ര അവൈലബിൾ അല്ലാന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പം ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ, നാട്ടിൽ പോകുമ്പോൾ ഞാനിങ്ങനെ കുറേ വാങ്ങിച്ചിട്ട് ഇതുപോലെ ഉണക്കി വയ്ക്കും. അതിൻ്റെ തന്നെ ഒരു പൗഡേർഡ് ഫോമാണ് ഇത്, കണ്ടോ. അപ്പം ഞാനിപ്പോൾ ഷാമ്പു യൂസ് ചെയ്യുന്നേ ഇല്ല, അത്രയും. പിന്നെ നമ്മുടെ ഉലുവ അറിയാമല്ലോ, ഉലുവ. പക്ഷെ അതെങ്ങനെ വേണമെന്ന് വെച്ചാൽ, ഉലുവ നമ്മൾ ആസ് സച്ച് അങ്ങനെയല്ല, നമ്മൾ തലേ ദിവസം കുതിരാൻ വെക്കണം. അത് ഞാൻ വെള്ളത്തിലല്ല വെക്കുന്നത്, കണ്ടോ. നമ്മുടെ കഞ്ഞിവെള്ളം ഉണ്ടല്ലോ, കഞ്ഞിവെള്ളത്തിലിട്ട് വെക്കുക ചെയ്യുക. അതായത് തലേ ദിവസത്തെ കഞ്ഞിവെള്ളത്തിൽ നമുക്ക് ആവശ്യമുള്ള ഉലുവ എടുത്തിട്ട് ഇട്ട് വെക്കുക. ഈ കഞ്ഞിവെള്ളം തന്നെ നമ്മളിങ്ങനെ എന്താ പറയുക, ഒരുപാട് ഒരു ദിവസമായതൊന്നും എടുക്കരുത്. അല്ലാണ്ട് പുളിച്ചൊരു അത് നല്ലതല്ല. ഒരു 10 രാവിലെ, ഇപ്പോൾ വൈകുന്നേരം കുളിക്കുന്നെങ്കിൽ നമ്മൾ രാവിലെ എടുത്ത കഞ്ഞിവെള്ളം, വൈകുന്നേരം കുളിക്കുന്നെങ്കിൽ രാവിലെ എടുത്ത കഞ്ഞിവെള്ളം, അങ്ങനെ ഒരു 10-12 മണിക്കൂർ കുളിച്ച കഞ്ഞിവെള്ളം, അതിനകത്ത് ഉലുവ ഇട്ട് വെക്കുക. അത് മാത്രമാണ് നമ്മൾ തലേ ദിവസം ചെയ്യേണ്ടത്. ബാക്കിയെല്ലാം നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്നതാണ്. തൈര്. ഓക്കെ, പിന്നെ ഇനി ഇതിൻ്റെയൊക്കെ കൂടെ ആദ്യം നമുക്ക് വേണ്ടത് ഞാൻ പറഞ്ഞല്ലോ, പാക്ക് ഇടുന്നതിന് മുമ്പ് എപ്പോഴും നമ്മൾ കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഞാൻ യൂസ് ചെയ്യുന്നത് കാച്ചെണ്ണ എങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ അല്ലേ. നീലാമ്പരിയും കയ്യൂന്നിയൊക്കെ ഇട്ടിട്ട് ഈ ഒരു കളറാണ് കാച്ചെണ്ണ. അപ്പോൾ കാച്ചെണ്ണ, അല്ലെങ്കിൽ നിങ്ങൾ എന്താ യൂസ് ചെയ്യുക, വെളിച്ചെണ്ണ എന്ത് എണ്ണയാണെന്ന് വെച്ചാൽ. പിന്നെ കാസ്റ്റർ ഓയിൽ, ആവണക്കെണ്ണ. അത് ബെസ്റ്റാണ് മുടി വളരാനും. അതിൻ്റെ കൂടെ ഒരു കാര്യം പറയട്ടെ, മുടി മാത്രമല്ല, നമ്മുടെ പുരുകം, നമ്മുടെ കൺപീലി, അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അതും വളരണമല്ലോ. അപ്പോൾ എസ്പെഷ്യലി ലേഡീസിന് വളരെ നല്ലൊരു സംഭവമാണ് അത്. കുട്ടികൾക്കും നല്ലതാണ്. രാത്രിയിലൊക്കെ ഒന്ന് പുരുകം കുറവുള്ളവർക്കൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നല്ല ഇടതൂർന്ന കൺപീലിയൊക്കെ ഉണ്ടാവാനും ഒക്കെ. അപ്പോൾ
ഹെയർ ഗ്രോത്തിന് അത്യാവശ്യമാണ്. എല്ലാം കാണിച്ചല്ലോ. അതാ പിന്നെ നമ്മുടെ വൈറ്റമിൻ ഇ ഇത് വാങ്ങിക്കണം, അറിയാലോ, ഗ്രീൻ. നമ്മുടെ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളാണ്, എല്ലായിടത്തും അവൈലബിൾ ആണ്. പിന്നെ ഇത് നമ്മുടെ ഷിക്കാക്കായ് പൗഡറാണ്. ഷിക്കാക്കായ് എന്ന് പറഞ്ഞാൽ അത് ശരിക്കും ഒരു എന്താണ്, ചീവയ്ക്ക പൊടി എന്ന് പറയും. ചീവയ്ക്ക എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്, ഒരു കായാണ്. അത് കുറച്ച് പണിയാണ്. നമ്മുടെ ഈ അങ്ങാടി പെട്ടികളിലൊക്കെ കിട്ടും. അത് ഇടിച്ച് പൊടിക്കാനൊക്കെ ഇച്ചിരി പണിയാണ്. അത് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഷിക്കാക്കായ് പൗഡർ വാങ്ങിക്കുക. ഇനി എന്താ, എല്ലാം കൂടെ ഒരു മിക്സിയിലിട്ട്, ഇതിനകത്ത് ഞാൻ ഒട്ടും വെള്ളം ചേർക്കുന്നില്ല. കാരണം എന്താ, കഞ്ഞിവെള്ളമുണ്ട്, തൈരുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുക. ഓക്കെ, നന്നായിട്ട് അരച്ച് നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസി നല്ലത്. കാരണം നമുക്ക് തേക്കുമ്പോൾ അതിങ്ങനെ ഒഴുകി പോവാതെ ഇരിക്കാം. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്ത് ഒന്ന് കൊടുക്കുക. എന്നിട്ട് ഈ പാക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്യുക. ആഴ്ചയിൽ ഒന്ന് അപ്ലൈ ചെയ്താൽ മതി. കാരണം ഇതൊരു സദ്യ പോലെ, ഞാൻ പറഞ്ഞില്ല, സദ്യ കഴിക്കുമ്പോൾ നമുക്ക് എല്ലാ പച്ചക്കറിയുടെയും ഗുണങ്ങൾ കിട്ടില്ല എന്ന് പറയുന്ന പോലെ ഇത് ശരിക്കും നമുക്ക് ആക്ച്വലി അറിയില്ല നമ്മുടെ ഹെയറിൻ്റെ അല്ലേ, എങ്ങനെയാണ് ഹെയർ ടൈപ്പ്, എന്താ പ്രോബ്ലം എന്നൊക്കെ. അപ്പോൾ ഇതെല്ലാം കൂടി ആകുമ്പോൾ എന്തായാലും അത് ബെനിഫിറ്റ് ആവും. ഒരുമാതിരി എല്ലാ പ്രോബ്ലത്തിനുള്ളൊരു സൊല്യൂഷൻ ഇവിടെ ആയിന്ന് തന്നെയാണ്. കാരണം ഡെയിലി നമുക്ക് പാക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഒരു വൺസ് ഇൻ എ വീക്ക് ഇത് കംപ്ലീറ്റ് പാക്കാണ്. ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഷുവറാണ് നല്ല എഫക്റ്റീവാണ്. നന്നായിട്ട് അരച്ചെടുത്തിട്ട് എന്നിട്ട് തേക്കുക. എന്നിട്ട് നിങ്ങളുടെ ഒരു എന്താ പറയുക, ഒരു എത്ര സമയമൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് എത്രയാ സൈനസൈറ്റിസോ കോൾഡൊക്കെ ഉള്ളവർ അത് ശ്രദ്ധിച്ച് എങ്ങനെയല്ല 20 മിനിറ്റ്സെങ്കിലും അപ്ലൈ ചെയ്ത് വെക്കുക. ഈ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഒരുപാട് പണികൾക്ക് പോകരുത്. കാരണം തല ചൂടാവരുത്. തല ചൂടാവാതെ അതങ്ങനെ അപ്ലൈ ചെയ്ത് വെക്കുക. എന്നിട്ട് കുളിക്കുക, ഷാമ്പു യൂസ് ചെയ്യാതെ. ഓക്കെ, അപ്പോൾ ഇനി കുളിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് പറയാം. പാക്കൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം, ഒരു അരമണിക്കൂറൊക്കെ കഴിയുമ്പോൾ നിങ്ങൾ കുളിക്കുക. കുളിക്കുമ്പോൾ നന്നായിട്ട് വാഷ് ഓഫ് ചെയ്ത് കളയുക. തലയിൽ നിന്ന് ഈ പാക്ക് മുഴുവൻ നന്നായിട്ട് ഇങ്ങനെ കഴുകി കളയുക. ഈ കുളിക്കുമ്പോൾ പൊതുവെ എല്ലാവരും ചെയ്യുന്നൊരു മിസ്റ്റേക്കാണ്, ആദ്യം ബോഡി കഴുകിയിട്ട് പിന്നെ മുടി കഴുകുന്ന ഒരു പരിപാടി. അങ്ങനെയാണോ ചെയ്യല്? ആക്ച്വലി അത് ഭയങ്കര ഒരു മിസ്റ്റേക്കാണ്. ഫസ്റ്റ് തലയാണ്, മുടിയാണ് കഴുകേണ്ടത്. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഫയർ അഗ്നിയുണ്ടല്ലോ, അതെങ്ങനെയാണ്, മുകളിലേക്കല്ലേ ചൂട്. അപ്പോൾ നമ്മൾ കുളിക്കുമ്പോൾ ശരിക്കും നമ്മളെന്താ, നമ്മുടെ ചൂടിനെ തണുപ്പിക്കുകയല്ലേ ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം ദേഹം കഴുകിയിട്ട് മുടി കഴുകുമ്പോൾ എന്ത് പറ്റും, ചൂട് തലയിലേക്ക് കയറുക. മനസ്സിലായോ? അപ്പം നമ്മൾ അഗ്നി എങ്ങനെയാണ് കെടുത്തുന്നത്, താഴോട്ട് അല്ലേ. അപ്പോൾ ആദ്യം തല തണുപ്പിക്കുക, എന്നിട്ട് ദേഹം കഴുകുക. അപ്പോൾ പലർക്കും, എനിക്കും ഉണ്ട്, ഇപ്പോൾ നമുക്ക് മുടിയൊക്കെ ലോങ് ആയിട്ടുള്ളവർക്കൊരു പ്രോബ്ലമാണ്. നമുക്ക് മുടി നമ്മുടെ ബോഡി കഴുകുമ്പോൾ മുടി ഒരു ഡിസ്റ്റർബൻസ് കഴുത്തിലേക്ക്. അപ്പോൾ തല കഴിഞ്ഞിട്ട് മുടി ഒന്ന് വേണമെങ്കിൽ പൊക്കി കെട്ടി വെച്ചിട്ട് പിന്നെ ബോഡി വാഷ് അപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ ആദ്യം മുടി കഴുകാൻ ശ്രദ്ധിക്കുക. അതുപോലെ ഷാമ്പു, ഈ പാക്ക് അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾ ഷാമ്പു യൂസ് ചെയ്യരുത്. ഓക്കെ, അതുപോലെ തന്നെ ഞാൻ കണ്ടീഷണർ യൂസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു. നാച്ചുറൽ കണ്ടീഷണേഴ്സ് എന്തൊക്കെയാണ് അതൊക്കെ യൂസ്. തേങ്ങാപ്പാൽ നല്ലൊരു ബെസ്റ്റ് കണ്ടീഷണറാണ്. ഓക്കെ, അതുപോലെ തന്നെ കുളിക്കുമ്പോൾ ഞാൻ പറഞ്ഞു മുടി ഇങ്ങനെ എല്ലാം കൂടി ഫ്രണ്ടിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇങ്ങനെ വെള്ളമൊഴിച്ച് കഴുകുക, നന്നായിട്ട് മസാജ് ചെയ്ത് ഫുള്ള് കളയുക. ഇനി ഉണക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് മുടി ഇങ്ങനെ വല്ലാതെ, കാരണം നമ്മൾ നനഞ്ഞിരിക്കുമ്പോൾ മുടി വളരെ സോഫ്റ്റാണ്, പെട്ടെന്ന് പൊട്ടിപ്പോവും. മുടി വീക്കായിട്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ സോഫ്റ്റായിട്ട് ഇങ്ങനെ 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 ഒപ്പി എടുക്കാമെന്നാണ് പറയുക. വെള്ളം വളരെ സോഫ്റ്റായിട്ട് മാത്രം ചെയ്യുക. അത് നല്ല സോഫ്റ്റ് കോട്ടൺ തോർത്തുകൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ടീഷർട്ട്സൊക്കെ നല്ലതാണ്. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ മുടിയെ വെള്ളം ഒപ്പിയെടുക്കുക. ഓക്കെ, ഇനി മുടി ഉണക്കാൻ ഏറ്റവും നല്ലത് ശരിക്കും നമ്മുടെ ഇളം വെയിൽ കൊണ്ടിട്ട്, ഇളം വെയിലത്ത് പണ്ടത്തെ ആൾക്കാർ അങ്ങനെയല്ലേ കുളിച്ച് കഴിഞ്ഞിട്ട് ഇളം വെയിൽ കൊണ്ടാണ് മുടി ഉണക്കിക്കൊണ്ടിരിക്കുക. ഡ്രയർ ഒന്നും കഴിവതും യൂസ് ചെയ്യാതിരിക്കാൻ നോക്കുക. പിന്നെ അതുപോലെ മുടി ഉണക്കാൻ ബെസ്റ്റ് മെത്തേഡാണ് നമ്മുടെ കർപ്പൂരം ഉണ്ടല്ലോ, അറിയില്ലേ, ക്യാംഫർ. കർപ്പൂരം കുന്തിരിക്കം ഇട്ട് നമ്മൾ വീടൊക്കെ പോകാറുണ്ടല്ലോ, അതും നല്ലതാണ് ശരിക്കും. അതും വീടൊക്കെ ഇടയ്ക്ക് പോകണം കേട്ടോ, അതും ബെസ്റ്റാണ്. അത് പ്രത്യേകിച്ച് ഇപ്പോൾ കൊറോണ പോലുള്ള വൈറസൊക്കെ ഉള്ള സമയത്തൊക്കെ അത്, പ്രത്യേകിച്ച് ചെറിയ കുട്ടികളൊക്കെ ഉള്ള വീടുകളിൽ അത് വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ആ പുക അത് താഴെ വെച്ചിട്ട് നമ്മൾ ഫിലിമിലൊക്കെ കണ്ടിട്ടുണ്ടാവില്ല, മുടി ഇങ്ങനെ ഇട്ടിട്ട് അതിൻ്റെ ആ ഒരു പുക, അതിൻ്റെ ആ ഒരു ഫ്യൂംസ് ഉണ്ടല്ലോ, ആ പുക ഇങ്ങനെ മുടിയിലേക്ക് അടിച്ചാൽ മുടിക്ക് നല്ലൊരു സ്മെല്ലും മുടി ഉണങ്ങാനും മുടിക്ക് ഗ്രോത്തിനൊക്കെ ബെസ്റ്റാണ്. ഓക്കെ, പിന്നെ കുറച്ച് ടിപ്സ് ഞാൻ പറയാം.
ഈ മുടി ഞാൻ പറഞ്ഞു പിന്നെ നമ്മളൊരു 2 മാസം കൂടുമ്പോഴെങ്കിലും അതിൻ്റെ അറ്റം ഇങ്ങനെ വെട്ടി കൊടുക്കണമെന്ന് അല്ലേ, സ്പ്ലിറ്റ് എൻഡ്സ് വരാതിരിക്കാനൊക്കെ. ഈ മുടി വെട്ടുമ്പോൾ പറഞ്ഞു കേട്ടേക്കുന്നതാണ് എനിക്കറിയില്ല, ജെൻസ് വെട്ടിയ മുടി നന്നായിട്ട് വളരുമെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പ്രത്യേകിച്ച് ഇപ്പോൾ കൊറോണയൊക്കെ ഇല്ല, നമ്മളപ്പോൾ പാർലറിലൊക്കെ പോകാൻ ബുദ്ധിമുട്ടില്ലേ, അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെ ഇങ്ങനെ വളരെങ്കിൽ വളരട്ടെ അല്ലേ. അതുപോലെ വേറൊരു മെത്തേഡാണ് നമ്മൾ നെയിൽസ് വെച്ചിട്ട് ഇങ്ങനെ 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 റബ്ബ് ചെയ്യുക. റബ്ബ് ചെയ്യുമ്പോൾ അത് ഹെയർ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്ന പറയുന്നത്, എനിക്കറിയില്ല, അത് പറഞ്ഞു കേട്ടേക്കുന്നതാണ്. എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, ഈ മുടിയും നമ്മുടെ നെയിലും ലൈഫ് ലോങ് വളരുന്നതാണ്. പിന്നെ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടാവാതിരിക്കില്ലല്ലോ, അത് ബുദ്ധിമുട്ടൊന്നുമില്ല. ഇങ്ങനെ ചെയ്ത് നോക്കാം, വെറുതെ ഇരിക്കുമ്പോൾ വളർന്നോളുമായിരിക്കും. എന്തായാലും എൻ്റെ മുടി വളരുന്നുണ്ട്. മുടി സന്ധ്യ കഴിഞ്ഞിട്ട്, അതായത് സന്ധ്യ നേരത്ത് മുടി ചീവാതിരിക്കുക, മുടി വെട്ടാതിരിക്കുക, അതൊക്കെ ഇങ്ങനെ പണ്ടത്തെ ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. അതൊന്നൊരു ഐശ്വര്യക്കേടാണ്. അതൊക്കെ അങ്ങനെ ചെയ്യാതിരിക്കാൻ നോക്കുക, അതായിരിക്കും നല്ലത്. അതുപോലെ മുടിക്ക് നമ്മുടെ നെയ്യുണ്ടല്ലോ, വീട്ടിലുണ്ടാക്കുന്ന നല്ല ശുദ്ധമായ നെയ്യ് കുറച്ച് കയ്യിലെടുത്തിട്ട് നമ്മുടെ ഈ മസാജ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ നെയ്യിൽ മുടിയിൽ തലയിൽ ഇങ്ങനെ കൊള്ളാതെ നോക്കുക. ഈ ഫിംഗർ ടിപ്സിൽ കുറച്ച് നെയ്യ് അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ തലയിൽ ഇങ്ങനെ തേച്ച് സ്കാൽപ്പിൽ മസാജ് ചെയ്ത് കൊടുത്താൽ നല്ലതാണ് മുടി വളരാൻ. ഓക്കെ. അതുപോലെ നമ്മൾ തേക്കുന്ന എണ്ണയുണ്ടല്ലോ, നിങ്ങൾ യൂസ് ചെയ്യുന്ന എണ്ണയിൽ കർപ്പൂരം പൊടിച്ച് ചേർക്കുക. കർപ്പൂരം പൊടിച്ചും കൂടെ ചേർത്തിട്ട് യൂസ് ചെയ്യുക. അത് മുടിക്ക് നല്ലതാണ്. ആ കർപ്പൂരത്തിൻ്റെ ഒരു സ്മെല്ല് മുടിക്ക് വളരെ നല്ലതാണ്. ഓക്കെ. അതുപോലെ മുടി പുറത്തൊക്കെ പോകുമ്പോൾ നിങ്ങൾ അഴിച്ചിട്ട് നടക്കാതിരിക്കുക. കഴിവതും മുടി അഴിച്ചിടാതിരിക്കുക എന്നാ പറയുക. പിന്നീട് അല്ലെങ്കിൽ പൊക്കി കെട്ടി വെക്കുക. അധികം വെയിലും കാറ്റും പൊടികളൊന്നും ആവാതെ മുടിയൊന്ന് നന്നായിട്ടൊന്ന് കെയർ ചെയ്യാൻ നോക്കുക. ഓക്കെ. സോ നമ്മൾ മുടീനെ പറ്റി പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, മുടിയെന്നല്ല പൊതുവേ പറയാം, നമ്മുടെ ഉച്ചി മുതൽ ഉള്ളങ്കാല് വരെ എണ്ണ തേച്ച് നന്നായിട്ട് കുളിക്കുക അത് തന്നെയാണ് മുടിക്ക് വേണ്ട ഏറ്റവും ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റ്. ഓക്കെ. നല്ല ഹോട്ട് ഓയിൽ മസാജ് ആഴ്ചയിൽ ഇത് പറഞ്ഞാൽ ഇപ്പോൾ ഈ പാക്ക് ഞാൻ പറഞ്ഞല്ലോ, അത് വീക്കിലി വൺസ് അപ്ലൈ ചെയ്തിട്ട് പിന്നെ നല്ലൊരു ഹോട്ട് ഓയിൽ മസാജും കൂടി കൊടുക്കുക. അപ്പോൾ തന്നെ മുടി ഒരു 90% ഓക്കെ ആവും എന്ന് തന്നെ. കാരണം ഞാനിത് പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങൾ തന്നെ അപ്ലൈ ചെയ്ത് നോക്കി റിസൾട്ട് കാണുക. അതിൻ്റെ ഒപ്പം നന്നായിട്ട് വെള്ളം കുടിക്കുക, അത് മസ്റ്റാണ് മുടിക്ക്. നല്ല ഫുഡ്, ഞാൻ പറഞ്ഞു ലാസ്റ്റ് വീഡിയോയിൽ, നല്ല ഫുഡ്, നമ്മുടെ എന്താ പറയുക, ഹാപ്പി ആയിട്ടിരിക്കുക എന്നുള്ളത് അതിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ. അതുപോലെ വേറൊരു കാര്യം കൂടിയുണ്ട്, നമ്മൾ മുടി മസാജ് ചെയ്യുമ്പോൾ നമ്മൾ സ്വന്തം ചെയ്യുന്നതിനേക്കാളും മറ്റൊരാളുടെ വേറെ ആൾ ചെയ്ത് തരുമ്പോൾ അവരുടെ ഒരു എനർജി, പ്രത്യേകിച്ച് നമ്മുടെ കൈക്ക് ഭയങ്കര എനർജി ഉണ്ടെന്നാണ് പറയുക. അപ്പോൾ വേറെ ആൾ ചെയ്ത് തരുമ്പോൾ അത് കുറച്ചും കൂടി എഫക്റ്റീവാണ്. പ്രത്യേകിച്ച് പ്രായമുള്ളവർ, നമ്മുടെ അമ്മ, അമ്മൂമ്മ അങ്ങനെയുള്ളവരൊക്കെ ചെയ്യുമ്പോൾ വളരെ എഫക്റ്റീവാണ്. ഞാനത് പറയാൻ കാര്യം, ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ അമ്മമ്മയെ കാണാൻ പോയിരുന്നു. 100 വയസ്സ് കഴിഞ്ഞു. പക്ഷേ എന്നോട് ഫസ്റ്റ് കണ്ടപ്പോൾ ചോദിച്ചത്, എന്നിട്ട് മുടിയൊക്കെ അങ്ങനെ തന്നെ ഉണ്ടോയെന്നാണ്. അതെന്താണെന്ന് വെച്ചാൽ, എന്നെ ഏറ്റവും കൂടുതൽ മുടിയൊക്കെ എണ്ണ തേച്ച് മസാജ് ചെയ്ത് നോക്കിക്കൊണ്ടിരുന്നത് അമ്മാമ്മയാണ്. അപ്പോൾ അത്രയും കൺസേൺ ഉണ്ട്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, നമ്മളിങ്ങനെ നമ്മുടെ അമ്മാമ്മമാർ, നമ്മുടെ കാർന്നവന്മാരൊക്കെ ചെയ്തു തരുമ്പോൾ അവരുടെ ആ ഒരു സ്നേഹവും ബ്ലെസ്സിങ്ങും എല്ലാം കൂടെ വരുമ്പോൾ തന്നെ അത് വേറൊരു ബ്ലെസ്സിങ്ങാണ്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നമുക്ക് നോക്കാം മുടി വളരുന്നുണ്ടോ എന്ന്. ഒരു ദിവസം ട്രൈ ചെയ്താൽ പോരാ, ഒരു മാസമെങ്കിലും, അതായത് ആഴ്ചയിൽ ഒരു ദിവസം വെച്ചിട്ട് ഒരു മാസമെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. ഷേർലി നിങ്ങളുടെ മുടി വളരും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ. സോ ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് ഇനിയും കാണാം. Until then, everyone stay safe and healthy. Love you all. Bye bye.